ഇത് നമ്മുടെ നാട്ടിലെ പച്ചോലട്ടാ. ഇത് നമുക്ക് സെറ്റാവില്ല. നമുക്ക് ഈ നീലമല്ല, ഇവനാണ് ഇന്നത്തെ മുതൽ. അപ്പോൾ ഇവനായിട്ടൊന്ന് മായന്നൂർ പോയ കഥ എന്താ പറയാൻ പോണേ. ഇവിടുന്ന് ഒരു 10-80 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നണം. ഇപ്പോൾ ബാറ്ററി ഒക്കെ ഫുള്ളാക്കിയിട്ടാണ് പോണത്. ചാർജറും കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് ഇനിയിപ്പോൾ തിരിച്ച് വരാൻ പറ്റുള്ളൂ എന്നുള്ളൊന്നും ഒരു ഐഡിയ അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചാർജറൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയേക്കാം. പോകുമ്പോൾ നല്ല കാഴ്ചകളും കണ്ടിട്ടാണ് പോവുക. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് നല്ലൊരു പാടം കിട്ടിയിട്ടാ. നല്ല അടിപൊളി ഒരു വ്യൂ ഉള്ള പാടം. അപ്പോൾ എന്തായാലും അതൊന്ന് കവർ ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് നവോദയ എന്നൊരു സ്കൂളുണ്ട് മായന്നൂർ. അപ്പോൾ അവിടെ ഒരു പേപ്പർ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ പോണത്. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് മഴ അല്ല ഭാഗ്യത്തിന്, അതന്നെ വലിയ കാര്യം. അപ്പോൾ വെയിലുണ്ട്, പക്ഷെ അത്ര ചൂടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഉത്രാളിക്കാവ് അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ അവിടെ നല്ല കാഴ്ച തന്നെ ആയിരുന്നു. മഴ ഇല്ലാത്ത കാരണം. മഴ ഉണ്ടെങ്കിൽ വേറൊരു വൈബ്, പക്ഷെ മഴ ഇല്ലാണ്ട് കാണാൻ പ്രത്യേക ഒരു ഭംഗി. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ വരുമെന്ന് വെച്ചിട്ട് കുറേ നേരം അവിടെ നോക്കിയിരുന്നു, പക്ഷെ ഒരു രക്ഷ ഉണ്ടായില്ല. അത് നമ്മളവിടെ നേരെ പോണ വഴിക്ക് അകമല ക്ഷേത്രം. ഞാൻ ഈ വഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാറുണ്ട്. പക്ഷെ ഇന്ന് അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 77% വരെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എക്കോ മോഡിലാണ് പോണത്. എത്ര കിലോമീറ്റർ എന്നുള്ളത് നോക്കാം. 138 കിലോമീറ്റർ ഓടും. പക്ഷെ എന്താവും എന്നുള്ള ഒരു ഐഡിയ അല്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ലോങ് ഇതുമ്പോൾ പോണത്. ലോങ് എന്ന് പറയുമ്പോൾ ഒരു 80 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. അത് ലോങ് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ അടുത്തൊക്കെയാണ് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വിടാം. ഇപ്പോൾ ഈ പോണ വഴിക്ക് തിരിവ് കഴിഞ്ഞാൽ ഹൈവേക്കാർ നിൽക്കാറുണ്ട് കേട്ടോ എപ്പോഴും. ഒരു പമ്പിൻ്റെ തൊട്ടടുത്തായിട്ട്. അപ്പോൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. അങ്ങനെ നമ്മൾ ചേലക്കര എത്തി. ചേലക്കരയിൽ നിന്ന് ഇപ്പോൾ നേരെയാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-28 കിലോമീറ്ററോളം ഉണ്ട് തോന്നണം. അങ്ങനെ പോണ വഴിക്ക് നല്ലൊരു തണലുണ്ട്. അപ്പോൾ അവിടെ നിർത്തിയിട്ടാണ്. നല്ല ശാന്തസുന്ദരമായൊരു സ്ഥലം, നല്ലൊരു ക്ലൈമറ്റും കാറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറച്ച് നേരം അതും ആസ്വദിച്ച് നിന്നവിടെ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴാണല്ലോ നമ്മൾ ഈ ആസ്വദിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ വിട്ടുപോകും. ഇനിയിപ്പോൾ അവിടെ എത്ര നേരം നിന്നിട്ട് കാര്യമില്ല എന്നുള്ള പെട്ടെന്നാണ് ഓർമ്മ വന്നത്. ഇപ്പോൾ എന്തായാലും ഇവിടുന്നാണ്ട് തെറിക്കുക. അങ്ങനെ നമ്മൾ മായന്നൂർ റോഡിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കയറി ഉടനെ ഒരു കാടിൻ്റെ ഉള്ളിൽ കയറി ഒരു ഫീലിംഗ് ആണ് കേട്ടോ. കാരണം ചീവീടിൻ്റെ സൗണ്ടും പിന്നെ അതുപോലെ തന്നെ നല്ല തണവും ഒരു പ്രത്യേക ഒരു വൈബ്. നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ വേറൊരു സൗണ്ട് ശ്രദ്ധിച്ചില്ലേ? അത് വണ്ടിയുടെ ബ്രേക്ക് പാഡ് കഴിഞ്ഞിട്ടുള്ള സൗണ്ടാണ് കേട്ടോ. ട്രെയിനിൻ്റെ സൗണ്ട് പോലത്തെ. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കാൻ കൊടുക്കണം. അപ്പോൾ അങ്ങനെ പോയോണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു അടിപൊളി കാഴ്ച കണ്ട്. കാരണം ഒരു ഏക്കറൊക്കെ ഉണ്ടാവും സ്ഥലം. അതിൽ മൊത്തം ഒരു കൃഷി നടക്കുന്നുണ്ട് കേട്ടോ. എന്താ കൃഷി സംഭവം വെച്ചാൽ പൈനാപ്പിളിൻ്റെ പരിപാടിയാണ്. ആ തല മുതൽ ഈ തല വരെ ഫുള്ള് തന്നെ സെറ്റപ്പ്. ഞാൻ അത് ആദ്യമായിട്ടാണ് കാണുന്നത്. റോഡിൻ്റെ അങ്ങേവശത്ത്, അതായത് റൈറ്റ് സൈഡിൽ റബ്ബറിൻ്റെ സെറ്റപ്പ് ഒന്നുണ്ട്. റബ്ബറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ അതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ പറയുവാണെങ്കിൽ നല്ല അടിപൊളി വൈബ് തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ഒരു ഇറക്കം പോലത്തെ ഒരു സെറ്റപ്പ് കിട്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ കാടൊക്കെ ഉണ്ടെന്ന് വെട്ടി തെളിച്ചിക്കണം. നല്ല അടിപൊളി കാർമേഘമൊക്കെ നിൽക്കുന്നുണ്ട്, നല്ല സെറ്റപ്പായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് സ്കൂളിൻ്റെ അവിടെ ഇനിയിപ്പോൾ ഏകദേശം കിലോമീറ്റർ കുറച്ചുള്ളൂ കേട്ടോ. ഇപ്പോൾ അവിടെ എത്തുക, ആ സാധനം കൊടുത്തിട്ട് നേരെ തിരിച്ചു വരും. എത്ര പരിപാടിയുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ സ്കൂളിൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ്. കാരണം അവിടെ വീഡിയോ എടുക്കാനൊന്നും അല്ല, അവിടെ അല്ല. അപ്പോൾ ഇനി റിസ്ക് എടുക്കേണ്ട വെച്ചിട്ട് പുറത്തുനിന്നാണ് വീഡിയോ എടുത്ത്. അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ നേരെ തിരിച്ച് പോകണ്ട. ബാറ്ററി പെർസെൻറ്റേജ് ഏകദേശം ഒരു 59% ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കിലോമീറ്റർ 106 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. എന്തായാലും എത്തുമെന്ന് വിചാരിക്കണം. എന്നാലും ഒരു പേടിയുണ്ട്, എവിടെയെങ്കിലും വെച്ച് നിന്നാൽ പെട്ട്. ഇപ്പോൾ ചാർജറുള്ളതുകൊണ്ട് ഇത്ര വിഷയമല്ല. പിന്നെ ഇപ്പോൾ പോകുമ്പോൾ ഫുഡ് കഴിക്കണം. അങ്ങനെ കുറേ നേരത്തെ തെരച്ചിലിനൊടുവിൽ ഒരു ടീ സ്റ്റാൾ കിട്ടിയിട്ടാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് ഉഴുന്നുവടയും കഴിച്ച്. കാരണം വെച്ചാൽ ഈ സമയത്ത് ഇനിയിപ്പോൾ ചോറ് കഴിച്ചാൽ റെഡി ആവില്ല. സമയം വഴുകി 2 മണി കഴിഞ്ഞു തോന്നുന്നു. അപ്പോൾ നല്ല അടിപൊളി ഒരു കൂൾ ഡ്രിങ്ക്സ് പോലത്തെ ഒരു ചായയും അല്ലെങ്കിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. പോയോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ 30-25 അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ സ്പീഡിൽ പോയോണ്ടിരിക്കണേ. അപ്പോൾ എന്തായാലും ചാർജ് കിട്ടും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം കൂടി ഉണ്ട് നമുക്ക്. എന്തായാലും നോക്കാം. നമുക്ക് പമ്പിൽ കയറിയിട്ട് കുറച്ച് വെള്ളം കുടിക്കാം. അപ്പോൾ ഇതുപോലത്തെ എല്ലാ സെറ്റപ്പും ഒട്ടുമിക്ക പമ്പുകളിലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കഴിച്ചില്ലായി. നമ്മൾ വെറുതെ പുറത്തുനിന്ന് 20 രൂപ വെള്ളം മേടിച്ചിട്ട് പൈസ കളഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഇപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഗുണം മെച്ചം പൈസ ലാഭം. അപ്പോൾ അത്ര പരിപാടിയുള്ളൂ. അപ്പോൾ പുറത്തുനിന്നൊക്കെ ചൂട് കൊണ്ടിട്ട് വരുമ്പോൾ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ആ ഒരു സുഖം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എരുമപ്പെട്ടി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 32% ആയിട്ടുണ്ട്. നമുക്ക് കിലോമീറ്റർ വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ ഒരു 57 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എത്തുമെന്ന് വിചാരിക്കണം. ഇപ്പോൾ നമ്മൾ കുന്നംകുളം എത്തിയിട്ടാണ്. ഏകദേശം ഒരു 24% ആയിട്ടുണ്ട്. അപ്പോൾ അത് കിലോമീറ്റർ എത്രയാണെന്ന് വെച്ചാൽ ഒരു 42 കിലോമീറ്റർ. അപ്പോൾ എന്തായാലും ഷുവറായിട്ട് എത്തും എന്നുള്ള കൺഫേമായി. അപ്പോൾ ഇനി പേടിക്കാനില്ല, രാജകീയമായിട്ട് നമുക്ക് ഓടിക്കാം. അങ്ങനെ നമ്മൾ ചാവക്കാട് എത്തി നോക്കുമ്പോൾ 17% സെറ്റ്, 27 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി നമ്മളെ ചതിച്ചില്ല, നല്ല സെറ്റപ്പായിട്ട് നമ്മളിവിടെ എത്തിച്ചിട്ടാണ് 17%. അപ്പോൾ ഓലയെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഓലയാണ് അടിപൊളി. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തതുപോലെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം.